ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഇന്ന് ഒരു ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. നോർമൽ ചെക്കപ്പാണ്, സ്കാനിങ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തേക്കുന്നത് 11 മണിക്കാണ്. ഇപ്പോൾ സമയം 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മൾ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഷുഗറൊക്കെ മോണിറ്റർ ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 3rd ട്രിമസ്റ്ററിലേക്ക് കടന്നേ പിന്നെ ഡെയിലി ഷുഗർ മോണിറ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അതായത് ലാസ്റ്റ് ട്രിമസ്റ്ററിലാണ് ഷുഗറൊക്കെ കയറിപ്പോകാനുള്ള ചാൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യാനും ഒരു ഡയറ്റ് ചാർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ 37 വീക്സ് + 2 days ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സ്കാനിങ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ഇത് ലാസ്റ്റ് ചെക്കപ്പ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നണേ. കാരണം ഇന്ന് ചെല്ലുമ്പോൾ നമ്മളോട് അഡ്മിഷൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് മുന്നേയായിട്ട് രാവിലെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. കാരണം 1-2 ബ്ലഡ് ടെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ പോയിട്ട് വേണം, ബ്ലഡ് സാമ്പിൾസൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ. ഞാനിവിടെ രാജഗിരിയിലാണ് കാണിക്കുന്നത്. നമുക്ക് ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ അതാണ് എളുപ്പം. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്ന് നമുക്ക് പോകേണ്ടി വന്നാൽ തന്നെ രാജഗിരി ഇവിടെ അടുത്തായ കാരണം നമുക്ക് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഹോസ്പിറ്റൽ തന്നെ നമ്മൾ ചൂസ് ചെയ്തത്. പിന്നെ ഇന്നിപ്പോൾ ചെല്ലുമ്പോൾ എന്തായാലും അഡ്മിഷൻ ഡേറ്റ് ഒക്കെ അറിയണ കാരണം ഏകദേശം അടുത്തായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഡ്യൂ ഡേറ്റ് പറഞ്ഞയച്ചത് May 18-നാണ്. ഇന്നിപ്പോൾ May 2 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചെല്ലുമ്പോൾ പറയും എന്നാണ് കറക്റ്റ് അഡ്മിറ്റ് ആവേണ്ടതെന്ന്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ പോയി ബ്ലഡൊക്കെ കൊടുത്തിട്ട് വരാം. അപ്പോൾ സ്റ്റിലിൻ്റെ ടെസ്റ്റിനുള്ള പേയ്മെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കണേ കേട്ടോ. പിന്നെ കുറച്ച് നേരം വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ വന്നിട്ട് നമുക്ക് ദോശയും ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 10:45 ആകുമ്പോഴേക്കും തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോഴേക്കൊക്കെ ആവുള്ളൂ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് എൻ്റെ ഫയൽസ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണേണ്. ഇത് ഹോസ്പിറ്റൽ ബുക്കാണ്. അതുപോലെ തന്നെ ഇതാണ് നമുക്ക് ഷുഗർ മോണിറ്റർ ചെയ്യാൻ തന്ന ചാർട്ട്. അത് ഞാൻ കറക്റ്റായിട്ട് അതൊക്കെ എടുത്ത് വെക്കണേണ്. പിന്നെ അതിൻ്റെ കൂടെ കിക്ക് കൗണ്ടിൻ്റെ ചാർട്ടും ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്കത് ഡോക്ടറെ കാണിക്കണം. പിന്നെ ഇപ്പോൾ എവിടെ പോയാലും ഒരു ബോട്ടിൽ വെള്ളം അതെന്തായാലും എടുക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങണേണ്. അപ്പോൾ സ്റ്റേജിന് അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. സ്റ്റേജിൻ്റെ റോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും സ്റ്റേജിനോട് ഇതേ ഹോസ്പിറ്റലിലേക്ക് പോകണേണ്. നമുക്ക് ചെന്നിട്ട് ഇനി അവിടെ നിന്ന് റിസൾട്ടൊക്കെ മേടിച്ചിട്ട് വേണം ഡോക്ടറെ കാണാനായിട്ടുള്ളത്. നമ്മുടെ ഡോക്ടർ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിലാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ ID ബാൻഡൊക്കെ മേടിച്ച് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ വെയിറ്റൊക്കെ നോക്കി. വെയിറ്റ് എനിക്ക് ഒരുപാട് കൂടിയിട്ടൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടതിനേക്കാളും കുറച്ചൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെയിറ്റ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണം. കാരണം അതൊക്കെ കഴിഞ്ഞ് BP ഒക്കെ നോക്കിയപ്പോൾ അതൊക്കെ നോർമലായിരുന്നു. പിന്നെ നമ്മൾ ബുക്കൊക്കെ മേടിച്ച് ഡോക്ടറിനെ കാണാൻ പോയി. ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഹാർട്ട് ബീറ്റൊക്കെ കേൾപ്പിച്ച് തന്നു വാവയുടെ. അതുപോലെ നമുക്ക് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ബേബി ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് വീട്ടിൽ വന്നപ്പോൾ അമ്മ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച് പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്കൊന്ന് പള്ളിയിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് നമ്മൾ കുറച്ച് മുമ്പാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്. വന്നപിടി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ നമ്മൾ ഒന്ന് പള്ളിയിലൊക്കെ പോകാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കാനുണ്ടായിരുന്നു. നമുക്ക് ഡെലിവറി ഡേറ്റ് ഏകദേശം അടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് ചെന്നപ്പോൾ നമ്മുടെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല, ബേബിയൊക്കെ ഓക്കെയാണ് പറഞ്ഞു. അപ്പോൾ നമുക്ക് അഡ്മിഷൻ ഡേറ്റ് കിട്ടിയേക്കുന്നത് നെക്സ്റ്റ് ട്യൂസ്ഡേയിലേക്കാണ്, അതായത് May 16-നാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ബാക്കി കുറച്ച് സാധനങ്ങൾ കൂടി അത്യാവശ്യം മേടിക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബേബി ആയിക്കഴിഞ്ഞാൽ പുറത്ത് പോയി മേടിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊക്കെ മേടിക്കാൻ വേണ്ടി പോയേക്കണായിരുന്നു. അപ്പോൾ കുറച്ച് മുമ്പാണ് നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആകാൻ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് ആവണമെന്നാണ് നല്ലത്.
അപ്പോൾ ട്യൂസ്ഡേ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഡോക്ടറിൻ്റെ ഒ പി ചെന്നിട്ട് അവിടുന്ന് PV ഒക്കെ ചെയ്തിട്ട് അഡ്മിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക നല്ലൊരു കുഞ്ഞുമാവേനെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.